ടാക്സിം മൈതാനിയോട് ചേർന്നിട്ടുള്ള ഇസ്തിക്ലാൽ സ്ട്രീറ്റിലാണ് റൂം എടുത്തിരിക്കുന്നത്. പകൽ കാഴ്ചകളും രാത്രി കാഴ്ചകളും അതിമനോഹരമാണെന്ന് തന്നെ പറയാൻ പറ്റും. രണ്ട് വശത്തുള്ള കാഴ്ചകളും ശരിക്കും യൂറോപ്പ് എങ്ങനെയാണോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ബിൽഡിങ്ങുകളും നടുവിലൂടെയുള്ള റോഡിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു രാജ്യമാണ് തുർക്കി. അതുകൊണ്ട് തന്നെ യൂറോപ്പിൻ്റേതായിട്ടുള്ള കൾച്ചറും ഏഷ്യയുടെ കൾച്ചറും നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യമാണെന്ന് പറയാം. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ചില സ്വഭാവങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ശൈലിയും നമുക്കിവിടെ കാണാൻ പറ്റും. അതിപ്പം ഭക്ഷണ രീതിയിലാണെന്നുണ്ടെങ്കിലും ജനങ്ങളുടെ പൊതുവേ ഉള്ള കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇസ്തിക്ലാൽ സ്ട്രീറ്റിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ട്രാമാണ്. ടണലിലും ടാക്സിം സ്റ്റേഷനും രണ്ടിനും ഇടയിലായുള്ള ഷട്ടിൽ സർവീസ് അതിമനോഹരമാണെന്ന് തന്നെ പറയാൻ പറ്റും. ഈ ടാക്സിം സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് ഗലാട്ട ടവറിലേക്കാണ്. ഈ ഗലാട്ട ടവറിലേക്കുള്ള വഴിയും അതോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളും നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ്. അവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിലും ഷോപ്പിംഗ് ചെയ്യാനുള്ള ഷോപ്പുകളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്രൗഡഡാണ്. അവിടുത്തെ കാഴ്ചകളും മനോഹരം തന്നെയാണ്. ഗലാട്ട ടവറിനകത്ത് കയറുന്നതിനായി അവർ യൂറോയിലാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 30 യൂറോയോളം വരും. നാട്ടിലെ ഒരു 3000 രൂപയ്ക്കടുത്ത് ആണ് അവിടുത്തെ എൻട്രി എന്ന് പറയുന്നത്.